ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്ത് ഒരുമിച്ച് പ്രകാരമായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഡിവൈൻ പ്രസൻസ് ഈ പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ അഡ്മിൻ ആയിരിക്കുന്ന പ്രിയ ലിസ ലിജോ, പ്രിയ മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ തൃശ്ശൂര് അവരോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച നിമിഷങ്ങളൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലിജോ ബ്രദറിനെ ദൈവജനം പഠിപ്പിക്കാനൊക്കെ പാസ്റ്റർക്ക് ദൈവ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആയിരുന്നപ്പോൾ പരസ്യയോഗങ്ങൾക്കും അനുഗ്രഹിക്കും ശുശ്രൂഷകൾക്കൊക്കെ ഒരുമിച്ച് ആയിരിക്കാനൊക്കെ ദൈവം സഹായിച്ചല്ലോ. അവരും ആയിരിക്കുന്ന രാജ്യത്ത് ദൈവത്തിന്റെ കൃപയും പരിപാലനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ സാംകുട്ടി പാസ്റ്റർ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പാസ്റ്റർ ആയിരിക്കും ലീഡിങ് എന്നെങ്കിലും ദൈവത്തിന്റെ മുന്നമേ ഉള്ള പ്ലാൻ ആയിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ പൈതങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. എനിക്ക് ഒരു പേര് മാത്രം മനസ്സിലാകുന്നില്ല. ബാക്കി പ്രിയപ്പെട്ടവരെ സെലിൻ ഓമന ആന്റി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാള് മറ്റ് ആന്റിയെ മനസ്സിലാകുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ചുരുക്കം ചിലരാണെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഭിഷിക്തനാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ദൈവം ഇങ്ങനെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിനോട് ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബമായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഞങ്ങൾക്കും തൃശ്ശൂർ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് അല്പം ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ട ആവശ്യവും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അല്പം നേരത്തെ തന്നെ മീറ്റിംഗ് എന്റെ സന്ദേശം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. എങ്കിലും ദൈവാത്മാവ് തന്ന ഒരു സന്ദേശം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കണം, നമുക്ക് ഏൽപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ചാ, ഞങ്ങള് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. വാസ്തവമായ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. എന്താണ് പരിശുദ്ധാത്മാവിന് രാത്രി ഞങ്ങളോട് ഇടപെടേണ്ടത്? അത് വേണ്ട ദൂത് കർത്താവേ ഞങ്ങളോട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും മറച്ചു വെക്കാതെ ദൈവാത്മാവ് സംസാരിക്കേണ്ടതിന് അടിനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ നയിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലിസ സിസ്റ്റർ എന്നോട് പറഞ്ഞ സമയത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് അല്പം നല്ല തിരക്കാണ് ഈ ദിവസങ്ങളിൽ, എങ്കിൽ പോലും എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ദൈവശബ്ദം ഒരു വാക്യത്തിലൂടെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു വചനഭാഗമാണ്. നമുക്ക് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. ഇങ്ങനെയാണ് വാക്യം: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. സ്തോത്രം. ഇവിടെ വായിച്ചു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമുക്കറിയാം, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇപ്പോൾ തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്ല. നമുക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ, അല്ലെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരെന്നൊക്കെ നിലയിൽ നമുക്ക് പലതും കേൾക്കുമ്പോഴും കാണുമ്പോഴും വിശ്വസിക്കുന്നതിനപ്പുറമായ പല സംഭവങ്ങള് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നാം ജീവിക്കുന്നത്. അതിന് ഏറ്റവും അനിവാര്യമായ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, പ്രാർത്ഥനകളിലൂടെ, ഉപവാസത്തിലൂടെ, ദൈവസന്നിധിയിൽ നാം അനുധാവനം ചെയ്യുന്നതിലൂടെയൊക്കെയാണ് പല വിഷയങ്ങൾക്കും നാം ഇന്ന് മറുപടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോമാലേഖനം നമുക്കറിയാം, ഇവിടെ മിഷണറി യാത്ര, 3-ാം മിഷണറി യാത്രയ്ക്ക് ശേഷം 4-ാം മിഷണറി യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്ന സമയത്ത് പൗലോസ് എഴുതുന്ന ഒരു ലേഖനമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 12-ാം അധ്യായത്തിൽ 21 വരെയുള്ള വാക്യങ്ങൾ അതിനകത്തിൽ നമുക്ക് കാണുന്നു. പക്ഷെ പല ഉപദേശങ്ങള് പൗലോസ് ഈ ലേഖനത്തിലൂടെ, ഈ അധ്യായത്തിലൂടെ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വായിച്ചു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ലോക മനുഷ്യന് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. തിന്മയോട് എങ്ങനെ നന്മയാൽ ജയിക്കാൻ പറ്റും? തിന്മയ്ക്കെതിരെ പോരാടണം, അല്ലെങ്കിൽ തിന്മയാൽ തന്നെ പോരാടണം.
വാളെടുക്കുന്നവന് വാളാൽ തന്നെ എന്ന് ഒക്കെ നാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു. ഇന്നത്തെ സമൂഹത്തിന്റെ സ്ഥിതി പൊക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വൈരാഗ്യമോ അല്ലെ പകയോ പിണക്കമോ ഉണ്ടായാൽ എന്താണ് സുബോധം നഷ്ടപ്പെട്ടവരായി വൈരാഗ്യവും പകയും പിണക്കവും ഒക്കെ കൊണ്ട് ഒത്തിരി കൊലപാതകങ്ങൾ വരെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഇന്നിന്റെ പ്രശ്നമായിട്ട് നാം കാണുന്നു. പക്ഷെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന എന്താ? ഇവിടെ പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഈ അധ്യായം തന്നെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അതിന്റെ 14-ാം വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നു? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. നമുക്ക് അങ്ങനെ പറ്റുമോ? ഒരു ദൈവ പൈതലിന് പറ്റുമോ നമ്മളെ ഉപദ്രവിക്കുകയും നമ്മെ പഴിക്കുകയും നമ്മെ വിടക്കെന്നെണ്ണുകയും ചെയ്യുമ്പോൾ നമുക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റും? പക്ഷെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിന്നെ ഉപദ്രവിക്കുമ്പോഴും നിന്നെ പഴിക്കുമ്പോഴും നിനക്കെതിരായിട്ട് എഴുന്നേൽക്കുമ്പോഴും ഒരുപക്ഷെ ആത്മീക ലോകത്ത് തന്നെ നാം ഇന്ന് ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. ശുശ്രൂഷ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിലും ഒക്കെ ഒത്തിരി തിക്താനുഭവങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും, എന്തിനേറെ പറയും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നവരാണ്, അവരും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആദിമകാലത്തൊക്കെ ഇപ്പോഴൊന്നും അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു ആത്മീകനെ, ഒരു ദൈവപൈതലിനെ തിരിച്ചറിയാൻ പറ്റാത്ത കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ ഞാൻ ഓർക്കുന്നു, സ്കൂളിലൊക്കെ പോകുമ്പോൾ പറയും, നമ്മളെ കളിയാക്കും, പെന്തക്കോസ്തുകാരി എന്നും അല്ലെ സ്തോത്രക്കാരി എന്നും ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളൊന്നും അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ പോലും നടക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാലത്ത്. എന്നാൽ ഒരു ഭാഗത്തുണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ എന്തിനും തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്ന, എന്ത് ദോഷപ്രവർത്തികൾ കണ്ടാലും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കാണുന്നത്. നമുക്കറിയാം, അപ്പോൾ തന്നെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാക്കി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. എല്ലാ മേഖലകളിൽ നാം നോക്കിയാലും, വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആത്മീക ലോകത്ത് പോലും പല കാര്യങ്ങളും അധപതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവം ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം, നാം നമ്മുടെ ജീവിതത്തിൽ തിന്മയോട് നാം തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മെ പഴിക്കുമ്പോഴും നമ്മെ ഉപദ്രവിക്കുമ്പോഴും നമ്മെ കളിയാക്കുമ്പോഴും നാം അതിനെ നന്മ കൊണ്ട് ജയിക്കുക. നാം അവരെ സ്നേഹിക്കാൻ കഴിയണം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം. ഞാൻ ചിന്തിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താ ഈ സന്ദേശം പറയുന്നത്? എനിക്ക് അറിയത്തില്ല. ഒരിക്കൽ പോലും ഞാൻ ഇന്ന് ഈ സന്ദേശം പറയണമെന്ന് വിചാരിച്ചില്ല. എൻ്റെ അങ്ങനെ നേരത്തെ വെച്ച ഒരു പ്രസംഗക്കുറിപ്പ് എൻ്റെ ഒത്തിരി കഴിഞ്ഞ നാളിൽ സംസാരിച്ച വചനമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാനതൊക്കെ മറിച്ചു നോക്കി. ദൈവത്തോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഈ വചനം വ്യക്തമായ ദൈവാത്മാവ് എന്നോട് തന്നതുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് തിന്മയെ നാം നന്മയാൽ ജയിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദുഷിക്കുമ്പോഴും നമ്മെ പരിഹസിക്കുമ്പോഴും നമ്മെ എണ്ണുമ്പോഴും ഒക്കെ നാം എന്ത് ചെയ്യണം? നാം അവരെ ഇവിടെ പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ എന്ന് ഇവിടെ വായിക്കാൻ കഴിയുന്നു. നമുക്ക് ഒരു വചനഭാഗം ത്തിലേക്ക് കടന്നു മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ പോകാം. അതിന്റെ 5-ാം അധ്യായം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 38 മുതലുള്ള വാക്യങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലും എന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട്, യേശു കർത്താവ് പറയുകയാണ്, തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ അറിയിക്കുകയാണ്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നത് മറ്റേതും തിരിച്ചു കാണിക്കുക. അത് നടക്കുന്ന കാര്യമാണോ? നിങ്ങള് ദൈവാത്മാവ് എന്തൊക്കെയോ ഈ രാത്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. നമ്മെ ഇങ്ങനെയുള്ള ഘട്ടത്തിലൂടെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ദുഷ്ടനോട് എതിർക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുന്നു, നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നത് മറ്റേതും കാണിച്ചു കൊടുക്കുക. അതെങ്ങനെയാ നമുക്ക് പറ്റുന്നേ?
നമ്മെ അടിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മെ ദ്രോഹിക്കാൻ വരുമ്പോൾ നമുക്ക് അവരെ തിരിച്ച് ഉപദ്രവിക്കുകയാണോ ചെയ്യുന്നത്, അതോ നാം അവരെ സ്നേഹിക്കാൻ കഴിയും? മറ്റേതും കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതുപ്പും ഇട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 നാഴിക അവനോട് കൂടെ പോകുക. അതിനുശേഷം 43 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യേശു കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ഈ ലോകത്തില് നമ്മെ കർത്താവ് സ്നേഹിച്ചു, നമ്മെ മക്കളാക്കി, തന്റെ പുത്രന്മാരാക്കി നമ്മെ തീർത്തിരിക്കുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും, കഴിഞ്ഞ നാളുകൾ വായിച്ചിട്ടുള്ള വചനങ്ങളായിരിക്കാം, സന്ദേശങ്ങളായിരിക്കാം, ഞാൻ വലിയ ഒരു പ്രസംഗത്തിലേക്ക് പോകുകയല്ലെങ്കിലും ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ചില ചിന്തകൾ മാത്രം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾക്ക് വേണ്ടി അവരെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെ കഴിയും നമുക്ക് നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാൻ? നമുക്ക് പറ്റുമോ? നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുമോ? യേശു കർത്താവ് നമ്മെ അതാ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതൊരു പക്ഷെ ശത്രുവായിരിക്കാം, നമ്മെ ദ്രോഹിക്കുന്നവരായിരിക്കാം, നമ്മെ ദുഷിക്കുന്നവരായിരിക്കാം, നമ്മെ ഉപദ്രവിക്കുന്നവരായിരിക്കാം. നാം ഇന്ന് അനുഭവിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിൽ പോലും ദൈവം നമ്മോട് പറയുന്നു, കർത്താവ് നമ്മോട് പറയുന്നു, നീ അവരെ സ്നേഹിക്ക്, നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പലപ്പോഴും നമ്മുടെ പ്രശ്നം നാം മറ്റുള്ളവരോട് പറഞ്ഞ് ഈ പ്രശ്നത്തെയൊക്കെ വലുതാക്കി കാണുന്നവരാണ്. നമ്മൾ ശുശ്രൂഷ നിൽക്കുന്നവർ ഒരുപക്ഷെ നേതൃത്വത്തോടും മറ്റു രീതിയിലും ഒക്കെ പോയി ആ പ്രശ്നത്തെ വലുതായി കാണുന്നവരാണ്. സഭയിലാണെങ്കിൽ ആ മേഖലകളില്, കുടുംബത്തിന് അന്തരീക്ഷത്തിലാണെങ്കിൽ നാം ഒതുക്കി തീർക്കേണ്ട പ്രശ്നത്തെ നാം അവിടെ തീർക്കല്ലാതെ അതിനെ ഊതി വലിപ്പമാക്കി പ്രശ്നങ്ങളെ അത് വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നവര്. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ പറയും, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുമോ? യേശു കർത്താവ് നമ്മെ അതാ പഠിപ്പിച്ചത്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. നിന്റെ ജീവിതത്തില് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലൊക്കെ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികള് നമ്മെ ചിലപ്പോൾ കൂടെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നാം സ്നേഹിക്കുകയും നാം മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരായിരിക്കാം ഒരു പക്ഷേ നമ്മെ പഴിക്കുന്നതും നമ്മെ ഒറ്റപ്പെടുത്തുന്നതും നമ്മെ വിടക്കുന്നുണ്ടെന്ന്. ആ സാഹചര്യത്തില് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വേദന വർദ്ധിക്കുന്നു. അവരോട് എങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരുപക്ഷെ അവരെ നേരിൽ കാണുമ്പോൾ ഒരു ഷെയ്ക്കാൻഡൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഒപ്പിച്ചൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈ വേദന വിട്ടുമാറത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ഭാരപ്പെടുത്തിയ 1-2 സംഭവങ്ങള്, അത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരും കർത്താവിന്റെ മക്കളായി ജീവിക്കുന്ന വിശ്വാസികളായിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും പറയാം, ഒരു കർത്താവിന്റെ ദാസി, ഒരു സഹോദരി, ഞാൻ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരിക്കൽ പോലും ക്ഷമിക്കത്തില്ല. എന്ന് വെച്ചാൽ വലിയ ഇന്റർനാഷണൽ പാപമൊന്നും അല്ല അവർ ചെയ്തത്. പക്ഷേ ആ സഹോദരി പറഞ്ഞു, നിസാര കാര്യം, കുട്ടികൾ തമ്മിലുള്ള എന്തോ ഒരു വിഷയമാണ്, നിസാര കാര്യങ്ങൾ. പക്ഷെ ആ സഹോദരി പറഞ്ഞെന്താ, എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. മറ്റൊരു സഹോദരിയുടെ വിഷയം, എനിക്ക് ഈ 2 സംഭവം എന്നെ വളരെ ചിന്തിപ്പിക്കാനുണ്ട്. ഒരു ആത്മീകൻ എങ്ങനെ പറ്റും, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ ഒരു ദൈവബദൽ എങ്ങനെ പറ്റും? നിസ്സാരമായ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് വിളിച്ചില്ല. വിളിക്കാത്തത് കൊണ്ട് ആ സഹോദരി പറയാ, എനിക്ക് ഇവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ വെറുതെ പറയുന്ന വാക്കുകളല്ല കേട്ടോ, അത് ഹൃദയത്തിൽ നിന്ന് നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മോട് സംസാരിക്കും, നമുക്ക് എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെ അതല്ല പഠിപ്പിച്ചത്. നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ശത്രുവിനോട് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു കർത്താവ് ഇന്ന് രാത്രിയും എന്നോടും നിങ്ങളോടും പറയുകയാണ്, നീ ശത്രുവിനെ സ്നേഹിക്കണം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവർ എങ്ങനെയുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ ജീവിത അനുഭവത്തോടു കൂടെ ഞാനും എന്റെയും ജീവിത അനുഭവത്തില് ശുശ്രൂഷയുള്ള ബന്ധത്തിലൊക്കെ പല കാര്യങ്ങളും അനുഭവിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും എന്റെയും ജീവിതത്തിൽ വന്നു. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ,
ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, കർത്താവേ ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഇന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നു. അവരെന്നെ ഒത്തിരി പഴിച്ചിട്ടുണ്ടാകാം, എനിക്കെതിരെ നിന്നിട്ടുണ്ടാവാം, എനിക്കെതിരെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവി രാത്രി എന്നോട് വലിയൊരു ഉണർവൊന്നും ഇതിനകത്ത് നടന്നിട്ടില്ലെങ്കിലും ഹൃദയത്തിനകത്ത് ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്, ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയെങ്കിൽ ആ ഭാരമൊക്കെ എടുത്തു മാറ്റിപ്പോകും കേട്ടോ. ആ ഭാരം മാറിപ്പോകുന്നത് കാണാൻ പറ്റും. അവരെ സ്നേഹിക്കാൻ പറ്റും, അവരെ ഉൾക്കൊള്ളാൻ പറ്റും. ഇന്ന് ഞാൻ പറയാ, ഞാൻ അങ്ങനെ പറഞ്ഞ് സ്നേഹിച്ചവര് ഇന്ന് എന്നോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നോട് എന്നോട് എന്നെ സ്നേഹിക്കുന്ന അവർക്ക് എന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാക്കി ഞാൻ മാറി. എന്തുകൊണ്ടാണ്? ഞാൻ അവരെ സ്നേഹിച്ചത് കൊണ്ട്. അവർ ചെയ്ത ദ്രോഹത്തിന് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവ പൈതലേ, നാം ഈ രാത്രി ഹല്ലേലൂയ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്നായിരിക്കാം നിങ്ങൾ പ്രതികൂലം അനുഭവിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിച്ച, നിങ്ങൾ സഹായിച്ചിട്ടുള്ള, നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളെ ദ്രോഹിക്കുന്നത്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് രാത്രി എന്നോടും നിങ്ങളോടും പറയുന്നു, ഹല്ലേലൂയ, അവരോട് ദോഷം വെച്ചിരിക്കാതെ അവരോട് ക്ഷമിക്കാൻ. ഹല്ലേലൂയ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയല്ല, നാം അവരെ ഞാൻ അവരോട് ക്ഷമിക്കുന്ന കർത്താവേ, ഞാൻ അവരോട് ക്ഷമിക്കുന്ന കർത്താവേ, ഞാൻ അവരെ സ്നേഹിക്കുന്ന കർത്താവേ എന്ന് പറയാൻ തയ്യാറാകുന്നെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറിപ്പോകാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിനകത്തു തന്നെ അതിന്മേലൊരു വിടുതൽ ഹല്ലേലൂയ സംഭവിക്കാൻ പോവുകയാണ്. നാം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം കിട്ടുമെന്നും എന്നെ ഉൾക്കൊള്ളുമെന്നും ഒക്കെ ചിന്തിക്കുന്ന പലരിൽ നിന്നും കിട്ടുന്ന തിക്താനുഭവങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് രാത്രി പറയുന്നു, ഹല്ലേലൂയ, നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയണം. യേശു കർത്താവ് അതാ ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ജീവിതത്തിൽ അവരെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്നു അടുത്ത വാക്യം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെയല്ലയോ ചെയ്തത്? 48-ാം വാക്യത്തിൽ ഇങ്ങനെ, ആകിയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സദ്ഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സൽഗുണപൂർണനായതുപോലെ നമ്മളും അങ്ങനെ ആകണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഏതെങ്കിലും മേഖലകളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഏതെങ്കിലും മേഖലകളിൽ വിട്ടുകളയാനുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞിട്ട് ഹല്ലേലൂയ, കർത്താവെ അവരെ ഉൾക്കൊള്ളുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരോട് ചേർന്നിരിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ തന്നെ വീണ്ടും ഉദ്ധരിക്കുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നതിനും മറ്റേതും കാണിച്ചു കൊടുക്കുവിൻ എന്ന് കാണുന്നു. 31-ാം വാക്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അവർക്കും ചെയ്യും. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാവോ? എല്ലാവരും നമുക്ക് നന്മ ചെയ്യണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാ മനുഷ്യനുള്ളത്. പക്ഷേ നമുക്ക് നന്മ ചെയ്യുന്നവരിൽ നിന്ന് നന്മ മാത്രം കിട്ടുന്നു, ആ അനുഭവമല്ല. തിന്മ ചെയ്യുന്നവരെ സ്നേഹിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിശദീകരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 42-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇയ്യോബിന്റെ അനുഭവം നമുക്കറിയാം. ഇയ്യോബ് ആരാണ്? ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകുന്നവനും യഹോവ ഭക്തനുമായിരുന്നു എന്നൊക്കെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ ക്വാളിറ്റീസ് വായിക്കുന്നുണ്ട്. ഇയ്യോബിനുള്ള സമ്പത്തും തനിക്ക് ഉള്ള എല്ലാ മൃഗസമ്പത്തുകളുടെയും അനുഭവങ്ങളും തനിക്ക് ലഭിച്ച മക്കളും തന്റെ സൗഭാഗ്യങ്ങളും ഒക്കെ ആ അധ്യായത്തിൽ വായിക്കുന്നു. അപ്പോൾ തന്നെ ഇയ്യോബിനെ പറ്റി പറയുന്ന സാക്ഷ്യങ്ങളാണ്, അവൻ യഹോവ ഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകുന്നവനാണെന്ന് ഒക്കെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് ഇയ്യോബിനെ പറ്റി. പക്ഷെ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചത് എന്തൊക്കെയാണ്? ഇയ്യോബിന്റെ സകലതും നഷ്ടപ്പെട്ടു, തന്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാ മേഖലകളിലും തനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. ഞാൻ ആ അധ്യായങ്ങളോ വാക്യങ്ങളോ എടുത്തൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നു, തന്റെ ഭാര്യ പോലും തന്നോട് പറയും, നീ ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പൊക്കൂടെ? തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ശരീരത്തില് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലിനാലൊക്കെ താൻ ഭാരപ്പെട്ടു. വളരെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ കൂടെ നിൽക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, സപ്പോർട്ട് കൊടുക്കേണ്ട തന്റെ ഭാര്യ പോലും പറഞ്ഞു, നീ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പൊക്കൂടെ? പക്ഷേ യോബ് അതിനൊന്നും പാപം ചെയ്തില്ല. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. യോബിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യോബിന്റെ സ്നേഹിതന്മാരായ പ്രിയപ്പെട്ടവർ അവര് യോബിനെതിരെ അവരുടെ പേരിങ്ങനെയാണ്, അങ്ങനെ എലിഫസും ബിൽദാദും സോഫറും ഈ സ്നേഹിതന്മാരൊക്കെ യോബിനോട് വന്ന് പറയുന്ന വാക്കുകളൊക്കെ ഈ അധ്യായങ്ങളിലെല്ലാം വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവർ ആശ്വാസവാക്ക് പറയേണ്ടവരായിരുന്നു. ഈ സ്നേഹിതരെങ്കിലും തനിക്ക് ഒരു ആശ്വാസമായി നിൽക്കേണ്ട. പ്രതിസന്ധിയുടെ മധ്യത്തില് നമുക്ക് പലപ്പോഴും നമ്മുടെ ദൈവസഭയുണ്ടാകാം, ദൈവദാസന്മാരുണ്ടാകാം, നാം സ്നേഹിക്കുന്ന പലരും ഉണ്ടാകാം, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഉണ്ടാകാം, പലരും ഉണ്ടാകാം. പക്ഷേ ഇങ്ങനെയുള്ള ഏറ്റവും അടുത്ത് നിൽക്കേണ്ട, സ്നേഹിക്കേണ്ട പ്രിയപ്പെട്ടവർ, ആശ്വാസമായി നിൽക്കേണ്ട പ്രിയപ്പെട്ടവരൊക്കെ പഴിച്ച സാഹചര്യങ്ങളുണ്ട്. ഇവിടെ 42-ാം അധ്യായത്തില് യോബ് ദൈവത്തോട് പറയുന്ന വാക്യങ്ങൾ, 2-ാം വാക്യം, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഓക്കെ, യോബ് ദൈവത്തോട് പറയാണ്, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും നിനക്ക് സകലതും നിനക്ക് കഴിയുമെന്നും ഞാൻ അറിയുന്നു എന്ന് യോബ് അവിടെ വളരെ വ്യക്തമായി ദൈവത്തോട് പറയുന്ന ഒരു ഭാഗം. അതിന് ശേഷം അതിന്റെ 7-ാം വാക്യത്തിൽ, യഹോവ ഈ വചനങ്ങളെ യോബിനോട് അറിയിച്ച ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളിച്ചത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോട് എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഈ സ്നേഹിതന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് നല്ല കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഈ പ്രതികൂലമായ സാഹചര്യങ്ങളും സകലതും പ്രതികൂലമായി നിൽക്കും. പല ചോദ്യചിഹ്നങ്ങളും തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സ്നേഹിതന്മാർ പോലും തന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി, തന്നെ വേദനിപ്പിക്കുന്ന, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ആ സാഹചര്യത്തിലും ദൈവം ഈ സ്നേഹിതന്മാരോട് പറയാണ്, നിങ്ങൾ പോയി അവിടെ കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒക്കെ ആയി ചെന്ന് യോബിന്റെ അടുത്ത് ചെന്ന് ഹോമയാഗം കഴിപ്പിൻ. എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെ പറയാൻ കഴിയണം. ഹല്ലേലൂയ, നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയണം. എന്റെ ദാസന്റെ അടുത്ത് ചെന്നാൽ, അല്ലെങ്കിൽ എന്റെ മകളുടെ അടുത്ത് ചെന്നാൽ അവൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവൾ നിങ്ങളോട് ക്ഷമിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ച് പറയാൻ പറ്റുമോ? അതോ നമ്മെക്കുറിച്ച് വേദനിക്കുകയാണോ? നമ്മുടെ ഉള്ളിൽ, ഞാൻ നേരത്തെ 2 സഹോദരിമാരുടെ കാര്യം പറഞ്ഞു, എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളും വിദ്വേഷവും പകയും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ട് പുലർത്തുവാണെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ? ഒരിക്കൽ പോലുമില്ല. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ചില മേഖലകളിൽ വിട്ടുകളയേണ്ടതിനെ, ചിലതിനെ ഉപേക്ഷിക്കേണ്ടതിനെ രാത്രി ഉപേക്ഷിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. പലതും മനസ്സിൽ വെച്ചുകൊണ്ട് വിദ്വേഷവും പകയുമായി നിന്ന് പലതിന്മേൽ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, പലതിനെ വിട്ടുകളയാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിനെ വിട്ടുകളയുക. ചിലതിനെയൊക്കെ മാറ്റിക്കളയാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. നമുക്ക് ദൈവസ്ഥലേക്ക് ഒന്ന് മടങ്ങി വരാം. ദൈവം നമ്മെക്കുറിച്ച് അതാ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ നോക്കി പറയണം, യോബിനെ പറഞ്ഞതുപോലെ, നിങ്ങൾ ചെല്ല്, ഈ പ്രതികൂല സാഹചര്യത്തിലും അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദാസനായ, അല്ലെ എന്റെ ദാസിയായ ഇന്ന ആളുടെ അടുത്തേക്ക് നീ ചെല്ല്. നിന്റെ അടുത്തേക്ക് ചിലരെ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. നാം ചിലതിനൊക്കെ മാറ്റം വരുത്തിയാൽ, നാം ചില മേഖലകളിൽ ചിലതൊക്കെ വിട്ടുകളയാൻ തയ്യാറാകുന്നെങ്കിൽ ചിലരെ നിങ്ങളുടെ അടുക്കേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ നിങ്ങൾക്കെതിരെ നിന്നവരെ, നിങ്ങൾക്കെതിരെ വാദിച്ചവരെ, നിങ്ങൾക്കെതിരെ സംസാരിച്ചവരെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന്, ഒന്ന് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കേ, സഹോദരി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളോട് എന്നോട് ക്ഷമിക്കേ, കഴിഞ്ഞ നാളുകൾ ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞ് ചിലരെ നമ്മുടെ അടുത്തേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, ഞാൻ ഒത്തിരി വേദനയിലൂടെ, തിക്താനുഭവത്തിലൂടെ, കഷ്ടതയുടെ തീച്ചുടെ അനുഭവത്തിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയി, എങ്കിലും രാത്രി ഞാൻ വിശ്വസിക്കുന്നു,
ഞാൻ ചിലതിനെയൊക്കെ വിട്ടുകളയുന്നു, ചിലതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവേ, യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ ഹല്ലേലൂയ, എന്നെ നോക്കി ദൈവം പറയണമേ കർത്താവ്, എന്നെ നോക്കി ദൈവം പറയേണ്ടതിന് എന്റെ ജീവിതത്തെ ഞാനൊന്ന് സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മെ കുറിച്ച് രാത്രി ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നു, ഞാൻ അവന്റെ മുഖത്തെ ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ ഇവിടെ നമുക്ക് ദൈവിക നന്മകൾ പ്രാപിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. യോബിന് വേണമെങ്കിൽ ഈ സ്നേഹിതന്മാർ യാഗം കഴിക്കാൻ വന്നപ്പോൾ അവന് പറയാതെ, ഓ എനിക്കൊന്നും പറ്റത്തില്ല, നീ എനിക്കെതിരെ നിന്നതല്ലേ ഒരു കാലത്ത്, എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരോട് വീണ്ടും വിദ്വേഷവും പകയും ഒക്കെ പറയാമായിരുന്നു. പക്ഷേ തന്റെ കഷ്ടതയുടെ തീച്ചു അനുഭവത്തിലും യോബ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു നിയോഗത്തിന് വേണ്ടി താൻ സ്റ്റെപ്പ് വെക്കാനിടയായി തീർന്നു. അവിടെ നാം വായിക്കുന്നു, അവൻ ദൈവം കൽപ്പിച്ചതുപോലെ സ്നേഹിതന്മാർ അവിടെ ചെന്നു. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യോബ് യഹോവ തന്റെ മുഖത്തെ ആദരിച്ചു. യോബിന്റെ മുഖത്തെ ആദരിച്ചു. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെ യഹോവ അവന് ഇരട്ടിയായി കൊടുത്തു. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിൽ ചിലരെ ദൈവം മടക്കി നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ പോവുകയാണ്. നിങ്ങൾ ശരിയല്ലെന്നും നിങ്ങൾക്കെതിരെ നിന്നവരെ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ദൈവ ശബ്ദം എനിക്ക് വേണ്ടി കിട്ടണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ചിലർ നിങ്ങളുടെ അടുത്തേക്ക് ഹല്ലേലൂയ കടന്നു വരാൻ പോകുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യോബ് അങ്ങനെ ചെയ്തപ്പോൾ യോബിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. നഷ്ടമായതിനെ തനിക്ക് മടക്കി കൊടുക്കാൻ, ഇരട്ടിയായി മടക്കി കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ യോബിന് മാത്രമല്ല, ഭക്തയായി ജീവിക്കുന്ന സഹോദരി, ഭക്തയായി ജീവിക്കുന്ന ദൈവദാസ, ഭക്തനായി ജീവിക്കുന്ന ദൈവദാസിമാരെ, രാത്രി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. അതുകൊണ്ട് തിന്മയോട് നാം തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു ഭാഗം വേഗത്തില് ചിന്തയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്. 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുമെന്ന്. ദൈവം കൊടുത്ത ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ തോട്ടത്തിന്റെ നടുവിൽ നിന്ന് വിഷഫലം തിന്നരുത്, തൊടുകയും അരുതെന്നൊക്കെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചില അരുതുകൾ ദൈവം അവിടെ പറഞ്ഞു. പക്ഷേ അവിടെ പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ വാക്കുകൾ ഈ ഹൗവ എന്ത് ചെയ്തു? അത് കേട്ടു. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ ദൈവമക്കളെ. ഇങ്ങനെ പലരും പല തന്ത്രവുമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് വരും കേട്ടോ. അതൊന്ന് തിരിച്ചറിയണം. അത് പലപ്പോഴും നാം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെയൊക്കെ മൊബൈൽ ഫോണാണ് നമുക്ക് തടസ്സമായിരിക്കുന്നത്. പലപ്പോഴും പല ഹായും ഹൂയും ഒക്കെ സഹോദരിമാർക്കും അമ്മമാർക്കും പ്രായമായവർക്കും ഒക്കെ വരാം. നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചില അതിർവരമ്പ് വെക്കേണ്ട മേഖലകളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇന്നിന് ഒത്തിരി സംഭവങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ പല യൂത്ത് മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് ക്ലാസ്സുകൾ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ക്രമീകരിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൗൺസിലിംഗ് ക്ലാസ് എടുത്ത ഡോക്ടർ എന്നോട് സംസാരിച്ചിട്ട് ഇങ്ങനെയാ പറഞ്ഞത്, സിസ്റ്ററെ നിങ്ങൾ വെച്ച ടൈം വളരെ കറക്റ്റ് ആയിരുന്നു, നിങ്ങൾ വെച്ച ഈ മീറ്റിംഗ് വെച്ചത് വളരെ കറക്റ്റ് ആയിരുന്നു. ഇന്നലെയും കൂടി പാപം ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇനി മരിച്ചാ മതി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ആ മീറ്റിങ്ങിന് ശേഷം ആ സഹോദരിയുടെ അടുത്ത് വിളിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് വളരെ വേദനയോടെ, ഞാൻ ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ദൈവദാസി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, പാപത്തെ വശീകരിക്കുന്ന പാപത്തിന്റെ ചിന്തകൾ, ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ തലമുറകളെയൊക്കെ വല്ലാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി പ്രയർ ഗ്രൂപ്പ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. തലമുറകൾ നഷ്ടത്തിലേക്ക് പോകരുത്, അമ്മമാർ നാശത്തിലേക്ക് പോകരുത്, യൗവനക്കാർ യുവാക്കന്മാർ പാപത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പല ഓഫറുകളുമായിട്ട്
പലരും കടന്നു വരാൻ സാധ്യതയുണ്ട്. നാം തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം തന്നെ 4-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നീ 7-ാം വാക്യത്തിൽ, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കൽ ആകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇവിടെ കായീനോട് പറയും, യഹോവ 6-ാം വാക്യത്തിൽ പറയും, യഹോവ കായീനോട്, നീ കോപിക്കുന്നതിന് നിന്റെ മുഖം ആടുന്നത് എന്തെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ, നീ തിന്മ ചെയ്താൽ ഈ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മുടെ വാതിക്കൽ, ഇന്ന് പാസ്റ്ററൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, പാപം ഇന്ന് പോക്കറ്റിലാണ്, അല്ലെങ്കിൽ സഹോദരിമാർക്ക് പറയാൻ കഴിയും അവരുടെ ബാഗിന്റെ ഉള്ളിലാണ്, അവരുടെ കയ്യിലാണ് ഇന്ന് പാപം ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് തെറ്റിലേക്കും കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ചിലതൊക്കെ നാം സൂക്ഷിക്കണം, ചിലതിനൊക്കെ നാം വിട്ടുകളയണം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, പാപം അതിന്റെ ആഗ്രഹം നിന്നോടാകും, നീ അതിനെ കീഴടക്കണം. നിന്റെ മുമ്പിൽ തിന്മ വരുമ്പോൾ, ദോഷം വരുമ്പോൾ അതിനെ കീഴടക്കാൻ, അതിനോട് നോ എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു ദൈവ പൈതൽ ഉണ്ടാകണം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ താഴോട്ട് വായിക്കുന്നു, പിന്നെ ഇവിടെ 4-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ, കായീനും ഹാബേലും യഹോവയുടെ സന്നിധിയിൽ യാഗത്തിന് വേണ്ടിയിട്ട് വന്നു. അവിടെ കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് കാണുന്നു. അതിനുശേഷം 9-ാം വാക്യത്തിൽ, പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, നീ ദൈവമക്കളായിട്ട് ഉള്ള പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഈ ഭാഗം നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇതിന്റെ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവിടെ പറയുന്നു, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ? അതിന് അവൻ അരുളിച്ചത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നോക്കി പ്രിയ ദൈവമക്കളെ, ഇവിടെ കാണുന്നു ഒരു കായീൻ ചെയ്ത ദ്രോഹം. അവിടെ പറയുന്നു, തൊട്ടു മുമ്പ് പറഞ്ഞു, പാപം നിന്റെ വാതിക്കല കിടക്കുന്നത്, അതിന്റെ ആഗ്രഹം നിന്നോട്, നീ പാപത്തിലേക്ക് ഇങ്ങനെ നിന്നെ വശീകരിക്കാൻ, തിന്മയുടെ പ്രവർത്തികൾ നിന്നെ ഇങ്ങനെ വശീകരിച്ചുകൊണ്ടിരിക്കും, നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നീ അതിനെ ജയിക്കണം കായീനെ. പക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ല. തന്റെ സഹോദരനെ താൻ കൊന്നുകളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ചില തിന്മകൾ വരുമ്പോൾ ചിലതിനോട് നോ എന്ന് പറയുവാൻ, ചിലതിനെ ഉപേക്ഷിക്കുവാൻ. ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, ദൈവ പൈതൽ തിരിച്ചറിയണം. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തിരിച്ചറിയാൻ ദൈവ പൈതലിന് കഴിയണം. അല്ലെങ്കിൽ നാം പിന്നീട് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ, പിന്നീട് വേദനിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അമ്മമാരെ, സഹോദരിമാരെ, ദൈവദാസന്മാരെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. ഇവിടെ കായീന് വന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. ഒരു ഭാഗവും കൂടെ പറഞ്ഞിട്ട് വേഗത്തില് ഞാൻ എന്റെ ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം തന്നെ 37-ാം അധ്യായത്തിലേക്ക് നമുക്കറിയുന്ന ഭാഗം തന്നെയായി യോസഫിന്റെ അനുഭവം. 37-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, യാക്കോബിന് തന്റെ പുത്രനായ യോസെഫ്, 2-ാം വാക്യത്തിൽ 37:2, യോസെഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹായോടും സിൽപ്പായോടും പുത്രന്മാരോടും കൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസെഫ് അപ്പനോട് പറഞ്ഞു. യോസെഫ് വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് ഏറ്റവും വിശദീകരിക്കുന്നില്ല, യോസെഫിനെ ഏറ്റവും സ്നേഹിച്ച പുത്രനാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. താഴോട്ടുള്ള വാക്യങ്ങളില് 5-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ യോസെഫ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതോടുകൂടെ ആ സ്വപ്നം സഹോദരന്മാരോട് അറിയിച്ചു. അവിടെ വായിക്കുന്നു 5-ാം വാക്യത്തിന്റെ അവസാനം, പിന്നെ അവനെ പിന്നെയും അധികം പകച്ചു എന്ന് കാണാൻ കഴിയുന്നു. സഹോദരന്മാർ അവനെ പകച്ചു. പിന്നീട് 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തം, അവന്റെ വാക്ക് നിമിത്തവും പിന്നെയും അധികം ദോഷിച്ചു. സഹോദരന്മാർക്ക് ഇപ്പോൾ യോസെഫ് ഒരു തിന്മയായി, അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവന്റെ സ്വപ്നം, അവനെ കുറിച്ചുള്ള ദൈവിക നിയോഗം നടക്കരുത്, അതിനെ പൊളിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരുടെ പദ്ധതി. പ്രിയ ദൈവവേദലേ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, അപ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിനെതിരെയൊക്കെ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാകാം. നമ്മെ നശിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ ശത്രു ഒരുക്കാം. പക്ഷേ നാം വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കും. ദൈവം നിങ്ങൾക്കൊരു നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം അതിലെത്തിക്കാൻ ദൈവം വിശ്വസ്തനാ. പക്ഷെ പലപ്പോഴും നമ്മുടെ അവിശ്വസ്തതകളാകട്ടെ നമ്മെ അവിടേക്ക് എത്തിക്കാത്തത്.
നമ്മുടെ പല പരാജയങ്ങളാണ്. ഇങ്ങനെയുള്ള തിന്മകളോട് നാം പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ എത്താൻ പറ്റാത്തത്. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ചില മേഖലകളിൽ ചില തിന്മകളെ ഉപേക്ഷിക്കുവാൻ, ചിലതിനോട് നോ എന്ന് പറയുവാൻ, ഹല്ലേലൂയ, ചിലതിനെ വിട്ടുകളയാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. വാഗ്ദത്തത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാതവണ്ണം പല തടസ്സങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നാം ചിലതിനെയൊക്കെ വിട്ടുകളയാ. ഇവിടെ പറയുന്നു, നാം വായിച്ചല്ലോ, തന്റെ സഹോദരന്മാർ തന്നെ ഏറ്റവും അധികം പകച്ച സാഹചര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നു. യോസെഫിന്റെ ജീവിതാനുഭവം നമുക്കറിയാം. ദൈവത്തിന്റെ ഒരു പദ്ധതി ഇവിടെ ഈ പിതാവ് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാനൊക്കെ യോസെഫിനെ വിട്ട സാഹചര്യങ്ങൾ, അവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. യോസെഫിനെ അവർ എന്ത് ചെയ്തു? ഈ സ്വപ്നക്കാരൻ എന്ന നിലയിൽ തന്റെ ദർശനത്തിന്റെ പേരിൽ തന്നെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടുകളയുന്നു. അതിനുശേഷം മിദ്യാന് കച്ചവടക്കാർക്ക് വിൽക്കുന്ന സാഹചര്യം. അവിടുന്ന് യോസഫ് പൊത്തിഫേറിന്റെ ഭവനത്തിലെത്തി. അവിടെ നിന്ന് താൻ കാരാഗ്രഹത്തിലെത്തി. വാഗ്ദത്തമുള്ള, നിയോഗമുള്ള, സ്വപ്നക്കാരനായ, ദർശനമുള്ള യോസെഫിന്റെ ഒരു റൂട്ട് നിങ്ങൾ നോക്കിയേ. വേഗത്തിൽ അവിടെ എത്താൻ അവന് കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള വേദനയുടെ തിക്താനുഭവത്തിന്റെ ഒക്കെ സാഹചര്യത്തിലൂടെ യോസെഫ് കടന്നു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഭാഗം ഈ 41 അധ്യായത്തില് ഫറവോൻ ദൈവം കൊടുത്തൊരു സ്വപ്നം. നോക്കിയേ, നമ്മെ ഒരു വാഗ്ദത്വത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി നോക്കി. പലപ്പോഴും ദൈവത്തെ പഠിപ്പിക്കുന്നവരാ നമ്മള്. ഇങ്ങനെ ആയാൽ എന്താ, എനിക്ക് മാത്രം എന്റെ ജീവിതത്തിൽ എന്താ ഈ വാഗ്ദത്തിലേക്ക് എത്താതെ? ദൈവം എത്രയോ ദൂതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മേൽ എത്രയോ ദൈവത്തിന്റെ ശബ്ദം ഉള്ളതാ, പക്ഷെ എനിക്ക് ഇതുവരെ അവിടേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പരാതി പറയുന്നവരും പിറുപിറുക്കുന്നവരാ നമ്മള്. പക്ഷെ നോക്കിയേ, ഒരു ജാതീയനായ രാജാവിന്റെ ഹൃദയത്തിൽ ദൈവം ഒരു സ്വപ്നം കൊടുക്കുന്നു. ഹല്ലേലൂയ, നിനക്ക് നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവ പൈതലേ, നമ്മയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ലോക ജാതീയനായ ഒരു രാജാവിന്റെ ഹൃദയത്തില്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലായിരിക്കാം ഒരു ഇടപെടിയിൽ നടക്കുന്നത്. നാം വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവം കടത്തിവിടുന്ന ഏത് സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ ഉവ്വ എന്നാണ് കേട്ടോ. മനുഷ്യരൊക്കെ അതിനെ മാറ്റിവിടാൻ ശ്രമിച്ചാലും, ചിലപ്പോൾ വാക്കുകൾ പറഞ്ഞ് നമ്മെ തട്ടി മാറ്റിക്കളയാൻ, നമ്മുടെ വാഗ്ദത്തങ്ങളെ തട്ടിമാറ്റാൻ ശ്രമിച്ചാലും അതിനൊക്കെ പരിധിയുണ്ട് കേട്ടോ. പരിധികൾക്കപ്പുറമായിട്ട്, ഹല്ലേലൂയ, പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനാ നമ്മുടെ ദൈവം. നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം എത്തിക്കും. ഹല്ലേലൂയ. പക്ഷെ നാം നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുക. ദൈവം അത് ആഗ്രഹിക്കുന്നത്. ശത്രുക്കൾക്ക് വേണ്ടി സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും. ഞാൻ വിശ്വസിക്കുന്നു ആ സഹോദരന്മാർക്ക് വേണ്ടിയും തന്റെ പിതാവിന് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ഈ യോസഫ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. തന്റെ ജീവിതത്തിന്റെ അനുഭവം നോക്കി ആ അധ്യായത്തിൽ തന്നെ 44 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തനോ കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. നോക്കി, അത്രമാത്രം താൻ ജോസഫിന് വേണ്ടി ദൈവത്തിന്റെ ഒരു ഇടപെടലില്, ദൈവത്തിന്റെ ഒരു ജാതീയ രാജാവായ ഫറവോനെ കൊണ്ട് ഇവിടെ പറയുന്നു 38 വാക്യം, തന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ജോസഫിനെ എഴുന്നേൽപ്പിക്കുന്നു, തന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു, തനിക്ക് കൊട്ടാരത്തില് പദവി കൊടുക്കുന്നു. ആ അനുഭവങ്ങളിലേക്കൊക്കെ നാം അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസ്തമായി സത്യമായി തന്നെ നിൽക്കുന്ന ഏവർക്ക് വേണ്ടി സമീപസ്ഥനായ ഒരു കർത്താവാണ്. നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന കർത്താവല്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന്റെ 50 അധ്യായം 20 വാക്യത്തില് യോസഫ് പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഉരുവിടുകയും ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ്. 50:20, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഹല്ലേലൂയ. ജോസഫ് പറയുകയാണ്, സഹോദരന്മാർ തന്നെ തള്ളിക്കളഞ്ഞപ്പോഴും സ്വന്തം പിതാവ് താൻ മരിച്ചുപോയെന്ന് ചിന്തിച്ച സാഹചര്യങ്ങള്. പക്ഷെ മിസ്രയീം ദേശത്ത് ക്ഷാമമുണ്ടായി, ദേശത്തെങ്ങും ക്ഷാമമുണ്ടായി. പക്ഷെ ഈ ജോസഫിന്റെ അടുത്തേക്ക് വരേണ്ട സാഹചര്യങ്ങള്, അവർ തിന്മ ചെയ്തപ്പോഴും ജോസഫ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം തന്നെ മാനിച്ചു. തന്റെ സഹോദരന്മാരും തന്റെ ദേശത്തുള്ളവരും തന്റെ പിതാവ് അടക്കം ഇവിടേക്ക് എത്തത്തക്ക നിലയിൽ തന്റെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്
ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ദീർഘവർഷങ്ങളായി ഒരുപക്ഷെ നിങ്ങൾ ദർശനം കണ്ടവരായിരിക്കാം, ദൈവശബ്ദം കേട്ടവരായിരിക്കും. കർത്താവ്, ഇതുവരെ എനിക്ക് അങ്ങ് എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. സഹോദരന്മാരോട് അവൻ പറയും, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഹല്ലേലൂയ. നമുക്ക് നമ്മെ ഗുണമാക്കി, നമ്മുടെ ജീവിതത്തിൽ ഗുണമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇവിടെ നാം വായിച്ചു റോമാലേഖനത്തില് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ. ഹല്ലേലൂയ. നമുക്കെതിരെ നിൽക്കുമ്പോഴും നന്മ കൊണ്ട് തിന്മയെ ജയിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിൽ അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ തന്റെ നിജപുത്രനായ ഗായോസിന് എഴുതുന്ന ഒരു ലേഖനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ ലേഖനത്തിൽ താൻ പറയുകയാണ്, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. നമുക്ക് ഹല്ലേലൂയ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒത്തിരി തിന്മ പ്രവർത്തികളും ഒത്തിരി ഹല്ലേലൂയ ദൈവഹിതമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. നമുക്കെതിരെ ഒരു പക്ഷേ പിശാച് വെല്ലുവിളിക്കുന്നുണ്ടാകാം, നീ രക്ഷപ്പെടത്തില്ലെന്നും നീ നിനക്കൊരു ഗതി പിടിക്കത്തില്ലെന്നും പിശാച് മന്ത്രിക്കുന്നുണ്ടാകാം നിന്റെ ചെവിയിൽ വന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഹല്ലേലൂയ, ചിലതിനേക്ക് നമുക്ക് ഉപേക്ഷിക്കാം. തിന്മയോട് നാം തോൽക്കാതെ നന്മ ചെയ്യുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ഉൾക്കൊള്ളുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് കാണിച്ചത് മാതൃകയാണ്. തന്നെ ദുഷിക്കുന്നവരോടും തന്നെ പഴിക്കുന്നവരോടും ഹല്ലേലൂയ തന്നെ ശകാരിക്കുന്നവരോടും പകരം ശകാരിക്കാതെ ഹല്ലേലൂയ അവരെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ആയിരിക്കുന്ന ഇടത്ത് നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിക്കൊള്ളട്ടെ, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലായിരിക്കാം, നമ്മെ ഉൾക്കൊള്ളാൻ ആരുമില്ലായിരിക്കാം, നമ്മുടെ വേദനയൊന്ന് പങ്കിടാൻ ആരുമില്ലായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ. ആരൊക്കെ സ്നേഹിച്ചില്ലെങ്കിലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്ന് നമ്മെ സ്നേഹിച്ച ഒരു പ്രാണപ്രിയൻ. ഹല്ലേലൂയ. രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോടും പറയുന്നു, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ആരൊക്കെ മാറ്റി നിർത്തിയാലും സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ അപ്പച്ചൻ നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? നാം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു പക്ഷേ തിക്താനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകാം, ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ രാത്രി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ഹല്ലേലൂയ. തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ. ഹല്ലേലൂയ. രാത്രി ദൈവത്തിൽ നിന്നുള്ളവനാകാം നമുക്ക്. തിന്മയോട് നാം ഹല്ലേലൂയ അതിനോട് ടാറ്റ പറയാം. നമുക്കെതിരെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, ക്ഷമിക്കുവാൻ, കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനകത്ത് ചില മുറിവുമായി ചിലരായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില വേദനയോടെ, ചില മുറിവോടെ, ഹല്ലേലൂയ, ഹൃദയത്തെ പൊട്ടിപ്പോകുന്ന പോലുള്ള വേദനിക്കുന്ന ചിലരിനകത്തുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് സമർപ്പിക്കർത്താവേ, അതിന്മേലൊരു ഹീലിംഗ് രാത്രി എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കണം കർത്താവേ, എന്നെ ദ്രോഹിച്ചവരോട് എനിക്ക് ക്ഷമിക്കണം കർത്താവേ, ഞാനത് വിട്ടുകളയുന്ന കർത്താവേ എന്ന് പറയാൻ തയ്യാറാകുന്നെങ്കിൽ ചില ദൈവപ്രവൃത്തികൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്, നീ ആയിരിക്കുന്ന ജോലിയിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ മേഖലകളിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. 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 നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇത്രത്തോളം സമയം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ കർത്താവ്, ഞങ്ങളെ മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോഴും ഞങ്ങൾക്കെതിരായി തിന്മ ചെയ്യുമ്പോഴും അവർക്ക് നന്മ ചെയ്യുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ ഉൾക്കൊള്ളുവാൻ, ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അപ്പച്ച. കർത്താവെ, അങ്ങ് കാണിച്ചെന്ന മാതൃക ഞങ്ങൾ പിന്തുടരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
കർത്താവെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രിയ ലിസ സിസ്റ്റർക്കായിട്ട്, ലിജോ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ കുടുംബമായിരിക്കുന്ന രാജ്യത്ത് ദൈവത്തിന്റെ കൃപ ഉണ്ടാകണേ. പ്രേയർ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കുമാറാക്കണമേ. മീറ്റിംഗിൽ സംബന്ധിക്കുന്ന മുഴുവൻ പേരെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്ത അഭിഷേകത്തിനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. അഭിഷേകത്തോട് ഉപയോഗിക്കണമേ. സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടത് നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന, വചനം പറയാൻ അനുവദിച്ചെന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.